ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകൾ നേടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കണക്ക് നിരത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിന് പരാജയപ്പെടുമെന്നും കടുത്ത മത്സരം നടന്ന ഉടുമ്പൻചോല മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 7000-ലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നും ജില്ലാ നേതൃത്വം പറയുന്നു. ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് മണ്ഡലങ്ങളിൽ SIR പ്രക്രിയ ഗുണകരമാകുമെന്നും കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു MLA പോലും ഇല്ലെന്ന അവസ്ഥയ്ക്ക് ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പെന്നാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്ന മണ്ഡലങ്ങളുടെ അവലോകനത്തിലെ വിലയിരുത്തൽ. മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഇടുക്കി മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലും കട്ടപ്പന നഗരസഭയിലും ലീഡ് ചെയ്യുമെന്നാണ് കോൺഗ്രസ് ബൂത്ത് തലത്തിലെ ഉറപ്പ്. ബൂത്ത് തല കണക്കിൽ ആധാരമാകുന്നത് ഇടുക്കിയിലെ 9 പഞ്ചായത്തുകളിലും നഗരസഭയിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ്. കാലങ്ങൾക്ക് ശേഷം ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തത് ഗുണം ചെയ്യുമെന്നുമാണ് വിലയിരുത്തൽ. 15000 വോട്ട് ഭൂരിപക്ഷമാണ് കോൺഗ്രസിന് ഇടുക്കിയിലെ പ്രതീക്ഷ. 5 നിയോജകമണ്ഡലത്തിൽ 5 നിയോജകമണ്ഡലവും UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 14,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് റോയി കെ പൗലോസ് MLA ആയി വിജയിക്കും. പീരുമേട് മണ്ഡലത്തിൽ സിറിയക് തോമസ് മികച്ച വിജയം നേടുമെന്നാണ് വിലയിരുത്തൽ. വാഴൂർ സോമന്റെ വിയോഗത്തിൽ CPI സ്ഥാനാർത്ഥി K സലീം കുമാർ തോട്ടം മേഖലയ്ക്ക് അഭികാമ്യനായില്ലെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. പീരുമേട് കഴിഞ്ഞ 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ട സിറിയക് തോമസ് ഇത്തവണ വിജയം നേടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. മുൻ MLA ES ബിജിമോളും CPI പാർട്ടിയുമായുള്ള അകൽച്ച അടിയൊഴുക്കാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. പീരുമേട് സിറിയക് തോമസ് 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ആ 2 പ്രാവശ്യം പരാജയപ്പെട്ട ഒരു സിമ്പതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരവും ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. ലയങ്ങൾ അത് പണിത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, PF കൊടുത്തിട്ടില്ല, പെൻഷൻ കൊടുത്തിട്ടില്ല, പലതും കൊടുക്കാതെ തൊഴിലാളികൾ വളരെ കഷ്ടപ്പാടിലാണ്. അതുപോലെ തന്നെ ഭൂമി പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ ഒരു 12,000-ന് മുകളിൽ ഭൂരിപക്ഷം പീരുമേട്ടിലുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് അസസ്മെന്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. ദേവികുളം, ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ SIR പ്രക്രിയയിൽ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തത് UDFന് ഏറെ ഗുണം ചെയ്തു എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. SIR അത് ഈ ഉടുമ്പൻചോലയിൽ ഒരുപാട് ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നു. അത് അവിടെ പരിശോധിച്ച് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്. കളക്ടർമാർ തമ്മിൽ ബന്ധപ്പെട്ടു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് SIR വന്നപ്പോൾ ഞങ്ങൾക്ക് അതിന് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വോട്ടുകൾ അത് ബോഗസായി ചേർത്തതായിരുന്നു. അവർക്ക് ആ വോട്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് നഷ്ടം വരുന്നത്. കാർഡ് ഉള്ള മെമ്പർഷിപ്പുള്ള പല മാർക്സിസ്റ്റുകാരും ഈ ഭരണത്തിന് എതിരായി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾക്ക് മനസ്സിലായി. വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അതാണ്. PJ ജോസഫിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പിന്മാറ്റത്തിന് ശേഷം മത്സരം നടക്കുന്ന തൊടുപുഴയിൽ മകൻ അബു ജോൺ ജോസഫിന് മിന്നും വിജയമുണ്ടാകുമെന്നാണ് UDF വിലയിരുത്തൽ. PJ ജോസഫിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമായ 45,000-ന് അടുത്തു നേട്ടമുണ്ടാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. ഇടുക്കിയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ ഭൂവിഷയങ്ങൾക്ക് പുറമെ ഭരണവിരുദ്ധതയും മുതൽക്കൂട്ടാകുമെന്നാണ് ഇടുക്കിയിലെ കോൺഗ്രസ് വിലയിരുത്തുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.